ഒരു വ്യക്തിയെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നതിന് പകരം തന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലും അയാളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും അതിനുശേഷവും അയാൾ അതിന് സഹകരിക്കാതിരിക്കുകയും വീണ്ടും അയാളുടെ സ്വഭാവങ്ങളോ പ്രത്യേകതകളോ തുടർന്നു പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ വിവാഹമോചനം പോലും ആഗ്രഹിക്കാവൂ. തൻ്റെ ബന്ധത്തിൽ തൻ്റെ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം തങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആ ആൾക്ക് പങ്ക് ഉണ്ട് എന്ന് ആരോപിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളിൽ തനിക്ക് എത്രമാത്രം പങ്ക് ഉണ്ട് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ഇത് ചിന്തിക്കാറില്ല. തൻ്റെ റിലേഷൻഷിപ്പിൽ താൻ എത്രമാത്രം മെച്ചപ്പെട്ട വ്യക്തിയാണ് എന്നും ആരും ചിന്തിക്കാറില്ല. തൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നങ്ങൾക്ക് പരാജയങ്ങൾക്ക് കാരണം ആ ആളിൽ ആരോപിക്കുമ്പോൾ തന്നെ തൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ വ്യക്തി തിരിച്ചറിയേണ്ടുന്നതും അവിടെ സ്വയം ചോദ്യം ചെയ്യേണ്ടുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്നാണ് ആ ആൾക്ക് മാറാനുള്ള സാധ്യത പോലും ഉണ്ടാകുന്നത്. ഇപ്പോൾ ആദ്യം സ്വയം ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ ആ ആൾക്ക് സാധ്യമല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കണ്ടെത്തി അയാളിലൂടെ ആ ആളുടെ സഹായത്തോടു കൂടി ഒരു പക്ഷേ സ്വയം മാറാനും അതുവഴി മറ്റേ ആളെ കൺവിൻസ് ചെയ്യാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല.